ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഇവിടുത്തെ ആരോഗ്യ മേഖല. എനിക്കാണെങ്കിൽ പനി പിടിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ പോയി കണ്ട് നമ്മൾ മരുന്നൊക്കെ മേടിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ സമയം 7 മണിയായി. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ 6 ഡിഗ്രിയോ 7 ഡിഗ്രി എങ്ങാണ്ടാണ് ഇപ്പോൾ തണുപ്പ്. സൂപ്പറാണ്. ഇപ്പോൾ 7 മണിക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ് കയറി നമ്മൾ ടണാവ് ചെല്ലണം. ടണാവിൽ നിന്നാണെങ്കിൽ ഇന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് നടന്നങ്ങ് പോകാം. ഒരു 7:30 എത്തായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ ടണാവ് വന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോകണ്ട. അപ്പോൾ നടന്നു പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നടന്നാണെങ്കിൽ കുറച്ച് ദൂരം നടന്നു പോകാനുണ്ട്. നടന്നു പോകുമ്പോൾ ഉള്ള വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന തന്നെ ഫോൺ എടുക്കാൻ വേണ്ടി വന്ന മറ്റേ മാളാണ് കേട്ടോ, അരീന മാള് ഉണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ സിഗ്നലാണ്. സൈഡിൽ കൂടെ നമുക്കാണെങ്കിൽ അങ്ങോട്ട് വെച്ച് നടന്നു പോകാനുണ്ട്. ഒരു 1/2 കിലോമീറ്റർ. വണ്ടിയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, നടന്നു പോയാൽ മതി. കാണിച്ചത് കേട്ടോ. സമയം രാവിലെ 7:30 കേട്ടോ. ഇതിപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 7:08 കണ്ട. മാക്ഡൊണാൾഡ്സ് ഉണ്ട്. ഈ സാധനം കണ്ട, ഇതാണ് ഇവിടെ സിഗ്നൽ വീഴാൻ വേണ്ടി നമ്മളാണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ അവിടെ ആണെങ്കിലുണ്ടോ തെളിയും ആൾക്കാർ കടന്നു പോകാനായിട്ടുള്ള. വണ്ടീന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരമാണെങ്കിൽ പെഡസ്ട്രിയൻ നടന്നുകൊണ്ട് കിടക്കുമായിരുന്നു. ഇങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടെ പെട്ടെന്നാണെങ്കിൽ ട്രാഫിക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഉണ്ട്. ഇപ്പോൾ തെളിഞ്ഞുണ്ട് പോകുന്നു. അതുപോലെ ഈ വഴി കൂടെ വേണം പോകാനായിട്ട്. കുറച്ചല്ല, അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയുണ്ട് കേട്ടോ. ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. നമുക്ക് ഇത് ഈ ചെറിയ വഴി കൂടെ വേണം നടന്നങ്ങോട്ട് പോകാനായിട്ട്. ഇതുണ്ട് ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. ഇത് തൊട്ടപ്പുറത്താണ് ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വലിയ ചെറിയൊരു ക്ലിനിക്കാണ്. വലിയൊരു ഹോസ്പിറ്റൽ എന്ന് പറയാൻ മാത്രം സംഭവമൊന്നുമില്ല. വർക്കൗട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് കണ്ടോ. ഇരിക്കാനും വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം. ഇന്നലത്തെ ഇട്ടുന്നുണ്ട്. ഇത് റബ്ബറിൻ്റെ മാറ്റം കണ്ട. അടിപൊളിയാണ് കേട്ടോ ചവിട്ടി നടക്കാനായിട്ടില്ലേ. ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഇവിടുത്തെ മെഡിക്കൽ കാർഡ് കണ്ടോ. മെഡിക്കൽ കാർഡ്. ഈ കാർഡാണെങ്കിൽ നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ ഇത് ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ. ആ കാണുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ എന്താണ് ക്ലിനിക്ക്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കാർഡിനാണെങ്കിൽ നമ്മളിവിടുത്തെ ഡോക്ടറാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡോക്ടറോട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റാണ് ഈ ഡോക്ടറാണ് പോയി കാണേണ്ടത്. അങ്ങനെയുണ്ട്. ഈ കാണുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് കണ്ട ആംബുലൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്ലിനിക്ക്. പിന്നെ ഉള്ളിൽ കയറി എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ, പറ്റുമോ എടുക്കാം. അപ്പോൾ ഇതുണ്ട്. ഇത് ഇപ്പോൾ കഴിഞ്ഞ സംഭവം. ഞാൻ ഡോക്ടറെ പോയി കണ്ട്. അപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അപ്പോൾ അത് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിന് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് പറഞ്ഞു വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച എന്ന് എനിക്കപ്പം മോർണിംഗ് ഡ്യൂട്ടി. ഞാനിപ്പോൾ ഇന്ന് ലീവ് എടുത്താണ് വന്നേക്കുന്നത്. മോർണിംഗ് വെള്ളിയാഴ്ച വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് പോകും. അപ്പം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് മരുന്ന് കുറിക്കും. ഇതുവരെയായിട്ട് മരുന്ന് തന്നിട്ടില്ല. ഇനി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി മരുന്ന് തരത്തുള്ളൂ. അങ്ങനെ കൊടുത്തിട്ട് പോകുന്നു. വേറൊന്നുമില്ല.
കൂടുതൽ. ആദ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചെറിയൊരു ക്ലിനിക്കാണ്. അവിടെ ആണെങ്കിൽ ഒരു 2 നേഴ്സുമാരും പിന്നെ ആണെങ്കിൽ ചെറിയൊരു റിസപ്ഷനിസ്റ്റും പിന്നെ ഒരു ഡോക്ടറും ഒക്കെ ഉള്ളൂ. ചെറിയൊരു ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിലേക്കാണ് ഇവർ റെഫർ ചെയ്ത് വിടുന്നത്. അല്ല നമുക്കാണെങ്കിൽ നേരെ ഒന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സംഭവങ്ങളൊക്കെ പുതിയൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടൊക്കെ പെട്ടെന്ന് കയറി നമുക്ക് കയറാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ചെന്നിട്ട് ഇവിടെ ഒരു കഫ്ലാനുണ്ട്. കഫ്ലാൻ്റെ ഒന്ന് കയറിയിട്ടാണെങ്കിൽ എന്തെങ്കിലും മീൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ തീറ്റയൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് നേരെ കയറി പോകാം. അതെന്തിൻ്റെ സംഭവമുണ്ടല്ലോ. ഇതുണ്ട് കഫ്ലാൻ്റെ ഉണ്ട്. നമുക്ക് ഈ കഫ്ലാൻ്റെ കയറിയിട്ട് മീനൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കാം. മീനൊക്കെ എന്താ കണ്ടുണ്ട്. അവിടെ ഒരു കഫ്ലാൻ്റെ വലിയ ബിൽഡിംഗ് ഉണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ കഫ്ലാൻ്റെ. അത്യാവശ്യം സെറ്റപ്പാണ്. അവിടെ കയറി കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട്. പുറത്ത് വേറെ എങ്ങും പോകണ്ട. അവിടെ ലിഡിലുണ്ട്. ലിഡിലുണ്ട്. ഓപ്പോസിറ്റ് കഫ്ലാൻഡുണ്ട്. ലിഡിൽ അങ്ങനെ കയറാറില്ല കേട്ടോ. പിന്നെ കയറുന്ന കഫ്ലാൻഡാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് കഫ്ലാൻഡ് കയറാം. കാറുകളുടെ കടയിൽ കൂടെ അങ്ങ് പോവാം. അങ്ങ് പോവാം. എന്താണ് എൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ നിന്നാണ് ഒരു ബക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പോകണം. എൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇഷ്ടംപോലെ സാധനങ്ങൾ. വെളുത്തുള്ളി കയറി. വെളുത്തുള്ളിയാണ്. ഇതുണ്ട് പഴങ്ങൾ ഐറ്റംസ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. ഭയങ്കര തണുപ്പാണ് കേട്ടോ പുറത്ത്. വെയിലൊന്നും ഇല്ല. ഇനിയിപ്പോൾ പതുക്കെ റൂമിലോട്ട് പോയി. ഞാനൊരു കുറച്ച് പഴമൊക്കെ മേടിച്ചു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നേ. രാവിലെ ബ്ലഡ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കഴിച്ചില്ല. ഇത് നേരെ റൂമിലോട്ട് പോവുക. പിന്നെ ജോലിക്ക് വേണ്ടുന്ന ലീവ് എടുത്ത് ക്യാഷ് ലീവ് കിട്ടി കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ല. 9:45 ഇപ്പോൾ ഞാൻ വന്ന് ബസ് ഇറങ്ങിയെടുത്തുനിന്ന് ബസ്സുണ്ട്. ഇവിടുന്ന് ശകലം നടന്നു പോകാനുണ്ടാണ് ചെടിച്ച ടാസ്ക്. അപ്പോൾ അതൊക്കെ നടന്നു പോകാം. ഇപ്പോൾ സമയം 9 മണി ആയതേ ഉള്ളൂ. 9:45 ബസ്സുണ്ട്. അപ്പോൾ 15 മിനിറ്റ് അതൊക്കെ നടന്നങ്ങ് പോകാം. പഴവും കഴിച്ചുകൊണ്ടങ്ങ് പതുക്കെ കടന്നു പോകണ്ട. പഴം കണ്ട. അതുകൊണ്ട് ഇവിടെ ഒരു ടൈപ്പ് പഴമുള്ളൂ കേട്ടോ. നമ്മുടെ ഈ റോബസ്റ്റ പഴം പോലത്തെ പഴം. വേറെ ടൈപ്പ് പഴമൊന്നുമില്ല. ഒറ്റ ടൈപ്പ് പഴമുള്ളൂ. ശരി. ഞാനിനി ആ റൂമിലോട്ട് പോകുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എപ്പോഴും ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. ബസ്സേ കയറി പോകുന്നത്. ഞാനിവിടെ ഉണ്ട്. വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.